കാഴ്ചയേകാനണയും നീ അൾത്താരയിൽ കാത്തുനിൽപ്പോ എൻ്റെ നാഥൻ സ്നേഹാർദ്രമാ. കാഴ്ചയേകാനണയും നീ അൾത്താരയിൽ കാത്തുനിൽപ്പോ എൻ്റെ നാഥൻ സ്നേഹാർദ്രമാ. ഉരുകുമെൻ്റെ ഹൃദയവും ഉയരുമെൻ്റെ സ്തുതികളും ഉൾത്താപമോടെ നാഥ സമർപ്പിക്കുന്നു. കന്മഷമെല്ലാം അങ്ങേ മുൻപിൽ നൽകിടുന്നു ഞങ്ങൾ. കാരുണ്യമോടെ കൈകൾ നീട്ടി സ്വീകരിക്കണമേ. കന്മഷമെല്ലാം അങ്ങേ മുൻപിൽ നൽകിടുന്നു ഞങ്ങൾ. കാരുണ്യമോടെ കൈകൾ നീട്ടി സ്വീകരിക്കണമേ. ഈ രണ്ട് കുഞ്ഞുമക്കളുടെ ദിവ്യകാരുണ്യ സ്വീകരണമാണ് നമ്മൾ നടത്തുക. ഇവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആഘോഷപൂർവമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ കർമ്മങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു. ആദ്യം ഇവർക്ക് തിരി കത്തിച്ചു നൽകും. ക്രിസ്തുവാകുന്നു യഥാർത്ഥ വെളിച്ചമെന്നും ക്രിസ്തുവിൻ്റെ ജീവനിൽ നമ്മൾ പങ്കാളികളാകുന്നുവെന്നും ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകുന്നുവെന്നും സൂചിപ്പിക്കുന്നതിനാണ് വൈദികൻ ദീപം തെളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. ഓ സ്നേഹരാജനാമുണ്ണീശോ, കുഞ്ഞുങ്ങളാം ഞങ്ങൾ മുതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു. തന്നാലും നിൻ ആശീസുകൾ. ഓ സ്നേഹരാജനാമുണ്ണീശോ, കുഞ്ഞുങ്ങളാം ഞങ്ങൾ മുതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു. തന്നാലും നിൻ ആശീസുകൾ. പൈതങ്ങളിലേറ്റം പ്രീതനാകും ഉണ്ണീശോ എന്നിൽ വന്നിടണേ. എന്നോടൊത്തു വാസം ചെയ്തിടണേ. എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ. അടുത്തത് മാമോദീസ വ്രതങ്ങളുടെ നവീകരണമാണ്. വത്സല മക്കളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞത്. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ആ വിശ്വാസ സത്യങ്ങൾ നിങ്ങളും ഏറ്റുപറയുകയാണ്. വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലോട്ടപ്പനും നിങ്ങളുടെ തലോട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്നതുപോലെ
നിങ്ങളുടെ ആത്മാവിനെ ദൈവവരപ്രസാദം കൊണ്ട് ഇതാ ദൈവം അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങൾ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യുവിൻ. മാതാപിതാക്കന്മാരുടെ സമർപ്പണമാണ്. മാതാപിതാക്കന്മാർ കുട്ടികളുടെ മേൽ വലതുകരം വെച്ചുകൊണ്ട് ശിരസിൽ വലതുകരം വെച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയുമായി തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യരായ ഞങ്ങളുടെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം കാൽവരിയിൽ നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധിൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയും ഏകുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. ഇന്നിന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ചു. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രവും എടുത്ത് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം, ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനമായ ദൈവമേ, വചനമായ സത്യമേ, വചനമായ മാർഗമേ, വചനമായ ജീവനേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 വാക്യങ്ങൾ 48 മുതൽ 59 വരെ. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന ഈ അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും? യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗമാണ്.
അതിൽ വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു, നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നത് ഈശോയുടെ ശരീരമാണ്. അപ്പോൾ യഹൂദർ ചോദിക്കുന്നു, ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ശരീരം സ്വീകരിക്കാൻ പറ്റുന്നത്? അതിനെന്താ ഉത്തരം? അപ്പോൾ കർത്താവ് പറഞ്ഞു, സത്യമായിട്ട് നടക്കും. അതെങ്ങനെയാണ് നടന്നത്? അവിടുന്ന് ഇതുപോലെ സെഹ്യോനൂട്ടുശാലയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അപ്പമെടുത്ത് ശിഷ്യന്മാർക്ക് കഴിക്കാനായിട്ടുള്ള അപ്പം അതെടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. വീഞ്ഞെടുത്ത് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്. അതുകൊണ്ട് അവസാനിച്ചോ ഈശോയുടെ ബലി? ഇല്ല, അത് ബലിയുടെ ആരംഭം മാത്രമാണ്. അവസാനം എവിടെയാണ്? അവസാനം കുരിശിലാണ്. അപ്പോൾ ഇത് ശരീരമാകുന്നു എന്ന് പറഞ്ഞവൻ കുരിശിൽ നമുക്ക് ശരീരമായി അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിയിട്ടാണ്. അപ്പം നമ്മളിത് പങ്കുപറ്റുന്നത് ഈ ഈശോയുടെ ഈ കുരിശിൻ്റെ രക്ഷയാണ്. ഈ കുരിശിലൂടെ അവിടുന്ന് നമുക്ക് നൽകിയ ശരീരവും രക്തവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഈശോയെ സ്വീകരിക്കുന്നവരും ഈശോയെ സ്വീകരിക്കാത്തവരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവണ്ടേ? അതുകൊണ്ടാണ് അച്ഛൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്, ഇന്നലെ വരെയുള്ള നിങ്ങളും ഇന്നു മുതലുള്ള നിങ്ങളും തമ്മിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവണമെന്ന്. കാരണം ഇന്നലെ വരെ നിങ്ങൾ ഈശോയെ സ്വീകരിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് നിങ്ങൾ ഈശോയെ സ്വീകരിക്കുകയാണ്. അപ്പം ഈശോയെ സ്വീകരിച്ച നിങ്ങളും ഈശോയെ സ്വീകരിക്കാത്ത നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണം. കാരണം ഈശോ അപ്പമായി നമ്മുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ഈശോ അപ്പത്തെ തിരഞ്ഞെടുത്തത്? അതാണ് വലിയ പെസഹ ഊട്ടുശാലയിൽ ഈ അപ്പം എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇതെൻ്റെ ശരീരമാകുന്നത്? ഇവർ കല്ലെടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞില്ലല്ലോ. അത് നമുക്ക് ഈ കല്ലിങ്ങനെ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചാൽ മതിയായിരുന്നല്ലോ, ഈശോയുടെ ശരീരമായ കല്ല്. പക്ഷേ ഈശോയ്ക്കറിയാം കല്ല് ഭക്ഷിക്കാൻ പറ്റില്ല, അപ്പമാണ് ഭക്ഷിക്കാൻ പറ്റുന്നത്. അത് ഭക്ഷിക്കേണ്ടതാണ്. അപ്പം ഭക്ഷിക്കേണ്ടത് തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ തിരുവോസ്തി നമ്മൾ അൾത്താരയിൽ സമർപ്പിച്ച് അത് ഈശോ എഴുന്നള്ളി വന്ന് ഈശോയുടെ ശരീരമാകുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അത് സക്രാരിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും കുമ്പസാരിച്ച് നമ്മൾ ഒരുങ്ങി തയ്യാറായി കൂടെ കൂടെ ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. വിശുദ്ധാത്മാക്കളൊക്കെ മുടക്കമില്ലാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈശോയെ സ്വീകരിച്ചിരുന്നവരാണ്. അനേക വർഷങ്ങൾ ജയിലിൽ കിടക്കുമ്പോഴും ജയിലിൽ ലഭിച്ചിരുന്ന ഒരു തരി ഓസ്തിയും ഒരു തരി വീഞ്ഞും എല്ലാ ദിവസവും സ്വീകരിച്ച് ബലിയർപ്പിച്ച വിശുദ്ധാത്മാക്കന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ഈശോയെ സ്വീകരിക്കുന്നതിന് ആ അപ്പം അതെൻ്റെ ഈശോയായി എൻ്റെ ശരീരം മുഴുവൻ എൻ്റെ നിറയുന്നു, എൻ്റെ കയ്യിലും കാലിലും എല്ലാം ഈശോ നിറയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളൊരു പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്താണ്? ഈശോ സ്വീകരിച്ചവരുടെ കാലുകൾ ഇനി മുതൽ ഈശോയുടെ കാലുകളാണ്. ഈശോയെ സ്വീകരിച്ചവരുടെ കരങ്ങൾ ഇനി മുതൽ ഈശോയുടെ കരങ്ങളാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ കൈകളിലും നിങ്ങളുടെ കാലുകളിലും നിങ്ങളുടെ ശിരസിലും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ മനസ്സിലും എല്ലാം നിറയപ്പെടുന്നത് ഈശോയാണ്. ആ ഈശോയുടെ ചൈതന്യം നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും മുഴുവൻ നിറയപ്പെടുകയാണ്. അപ്പം അങ്ങനെ ഈശോയ്ക്ക് ചേർന്ന മക്കളായിട്ട് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന്. ഈശോ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതനുസരിച്ചുള്ള പ്രവർത്തികൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അധ്യാപകരെയും നിങ്ങളുടെ കൂട്ടുകാരെയും എല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലൂടെ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ അധ്യാപകർക്ക്, നിങ്ങളുടെ വിദ്യാലയങ്ങൾക്കൊക്കെ അനുഗ്രഹമുണ്ടാവട്ടെ. അങ്ങനെ ഈശോയെ നിങ്ങൾ സ്വീകരിച്ചതിൻ്റെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുതുന്നതിന് കാറോസൂസ പ്രാർത്ഥന ചൊല്ലി ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സവത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ
അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ശരീരത്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഇവർ നിന്നെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീരത്തങ്ങൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന് അരുൾ ചെയ്ത മിശിഹായെ, ഹൃദയ പരിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നിൽ വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അരുൾ ചെയ്ത മിശിഹായെ, നിന്റെ ശരീരത്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾ വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും നിന്റെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന അപ്പമായ മിശിഹായെ, നിന്നുള്ള വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന ഇവരുടെ മാതാപിതാക്കളെയും ഇവരെ ആത്മീയമായി നയിച്ചു കൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യാസിനിമാരെയും നിന്നെ സ്വീകരിക്കുവാൻ ഇവരെ ഒരുക്കിയ അധ്യാപകരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ വിജയത്തിനായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തെ മഹത്വത്തിലേക്ക് ദൈവജനതയെ നയിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലത്തെയും മാർ ആൻ്റണി കരിയൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവന്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന മിശിഹായെ, നിന്റെ പക്കൽ അടഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ കുഞ്ഞുമക്കൾക്ക് ഇവരുടെ ജീവിതയാത്രയിൽ നീ എന്നും തുണയായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളതും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളതും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസ്യപിതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നദ്ധയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും
പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രൻ്റെ ശരീരരക്തങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. ഈ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഈ ബലിവേദിയിൽ പരികർമ്മം ചെയ്യുവാൻ അയോഗ്യരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി, ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, 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 Hosanna. അത്യുന്നതങ്ങളിൽ ഹോശാന, രാജാധിരാജൻ ഹോശാന. അത്യുന്നതങ്ങളിൽ ഹോശാന, രാജാധിരാജൻ ഹോശാന. മണ്ണും വിണ്ണും നിറഞ്ഞു നിൽക്കും മഹേശ്വരന് ഹോശാന. മണ്ണും വിണ്ണും നിറഞ്ഞു നിൽക്കും മഹേശ്വരന് ഹോശാന. ഹോശാന, 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 ഹോശാന.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുന്നതുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകമായി കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവൻ്റെയും സൗഖ്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഈ പ്രദേശത്തെ പൂർണ്ണമായി കോവിഡിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നാഥന രക്ഷകനുമായി ശമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും പരിശുദ്ധമായ ദിവ്യരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു വന്ന സ്വർഗ
ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്വർഗ സമ്മാനമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്വർഗ സമ്മാനമേ, ഇപ്പോഴും ഇപ്പോഴും എന്നേരവും ആരാധന അങ്ങേയ്ക്കാരാധന. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നും ഉളവാകുന്ന ശരണത്തോടെ അപരാധത്തിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങളെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവൻ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മാപ്പപേക്ഷിക്കാം. ഈശോയെ സ്വീകരിക്കാനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. അൽത്താരയിലേക്ക് നോക്കിയേ, കൈകൂപ്പി പിടിച്ചേ. ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾ ഏറ്റവും അടുത്തൊരുങ്ങാൻ പോവാണ്. ഈശോയെ സ്വീകരിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളുടെ ഉള്ളിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മൾ കുമ്പസാരിച്ചതാണ്. കുമ്പസാരിച്ച് നമ്മൾ ഒരുങ്ങി ഈശോയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളോടുകൂടിയാണ്, നമ്മൾ ഒരുക്കത്തോടുകൂടിയാണ്, പ്രാർത്ഥനയോടുകൂടിയാണ് ദേവാലയത്തിൽ വന്നത്. ഇതാ ഈ ബലിവേദിയിൽ എഴുന്നള്ളി വന്ന ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നിങ്ങൾ ഈശോയോട് ചോദിക്കുന്നതെല്ലാം ഈശോ നിങ്ങൾക്ക് തരും. ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ നമുക്കൊന്നു ചേർന്ന്, എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിൽ നിന്ന് നീ ഒരിക്കലും നഷ്ടമാകരുതെന്നായിരിക്കണം നിങ്ങളുടെ ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന. എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരിക്കലും നഷ്ടമാകരുത്. നമുക്കൊന്ന് ചേർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തൻ്റെ ശരീരരക്തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് വിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വാസ സന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ദിവ്യകുദാശ നമ്മെ ശക്തരാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രവൃത്തിക്ക് നിത്യജീവനും കാരണമാകട്ടെ.
ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ. സ്നേഹം ക്രൂശിൽ ബലിയായി അലിവായി സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻകണമായി. സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻകണമായി. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി ഇവിടുന്ന് കാരുണ്യപൂർവ്വം ഞങ്ങൾക്കു നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് സ്തുതി, ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ ജീവദായകമായ ശരീരരക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിച്ച നിങ്ങളെ അവിടുന്ന് തൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശു സഹജമായ നൈർമല്യത്തിലും ദൈവാശ്രയ ബോധത്തിലും വളർന്നു വരുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിൽ വളർന്നു വരുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലങ്ങളാകട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. തുടർന്ന് ഈ കുഞ്ഞുങ്ങൾ സമർപ്പണ പ്രാർത്ഥന ചൊല്ലുകയാണ്. സമർപ്പണ പ്രാർത്ഥന പുസ്തകം എടുത്ത് അവർ സമർപ്പണ പ്രാർത്ഥന ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലുക. പേജ് 100, 101. ചൊല്ലിത്തരുന്നു. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചൊല്ലുക. മിശിഹായുടെ ദിവ്യാത്മാവേ, മിശിഹായുടെ തിരുശരീരമേ, മിശിഹായുടെ തിരുരക്തമേ, മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, മിശിഹായുടെ കഷ്ടാനുഭവമേ, നല്ല ഈശോ, അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ ദുഷ്ടശത്രുക്കളിൽ നിന്ന് എൻ്റെ മരണനേരത്ത് അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യവും അങ്ങേ സ്തുതിക്കുന്നതിന് ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഈശോ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കരങ്ങളും കാലുകളും എല്ലാം ഈശോയുടേതാണ്.
ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ ശരീരമില്ല. നമ്മുടെ ശരീരത്തെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നമ്മുടെ കരങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കാലുകളില്ല. നമ്മുടെ കാലുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. കരുണാപൂർവം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. നമ്മുടെ കണ്ണുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. നമ്മുടെ നാവുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹാസക്തമായ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. നമ്മുടെ ഹൃദയങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവായ മിശിഹായെ ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ജീവിത സമർപ്പണത്തെ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. ലോകത്തിലെ ദൈവവും ഭൂമിയുടെ ഉപ്പുമായ ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസിനോടൊപ്പം ഞങ്ങളും ഏറ്റുപറയുന്നു. ദിവ്യനാഥ, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മയ്ക്ക് ഈ കുഞ്ഞുങ്ങൾ അവരെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആദ്യം സംരക്ഷണ പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം കൊന്തയും വെന്തിങ്ങയും വെഞ്ചരിച്ച് അവരെ ധരിപ്പിക്കും. അവസാനമായിട്ട് കുഞ്ഞുങ്ങൾ മാതാവിൻ്റെ അടുത്ത് പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കും. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി നിങ്ങളെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുക. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മാധ്യസ്ഥവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രൻ്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, ഈ കുഞ്ഞുങ്ങളാണ് ഇന്ന് ഈ ജപമാലയും ഈ ഉത്തരീയവും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം ഈ കുഞ്ഞുമക്കളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലബനോൻ